ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ ഇന്ന് നമ്മുടെ സീരീസിൻ്റെ 19ാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ ബേസിക്സും നമ്മൾ ക്ലിയർ ആക്കിയാണ് പോകുന്നത്. ഇന്ന് നമ്മൾ നമ്പർ ഓഫ് സീറോസിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിരിക്കും പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ മെനി സീറോസ് ആർ ദെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്? 33 ഇൻറ്റു 175 ഇൻറ്റു 180 ഇൻറ്റു 12 ഇൻറ്റു 44 ഇൻറ്റു 8 ഇൻറ്റു 66. സോ നമ്മൾ എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ 10ൻ്റെ നമ്പർ ഓഫ് സീറോസ് എടുക്കുമ്പം അത് ആദ്യം ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2 എടുക്കും, പിന്നെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 എടുക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, നമ്മൾ 5 മാത്രമേ ഗ്രേറ്റസ്റ്റ് പവർ എടുക്കുകയുള്ളൂ. കാരണം 2 നമുക്ക് ഇഷ്ടം പോലെ 2ൻ്റെ പവർ വരും. സോ 2ൻ്റെ പവർ 5ൻ്റെ പവറിനെയും കാട്ടി വലുതായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ 5ൻ്റെ പവർ എടുക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇതിൽ നോക്കണം, ഇതിൽ 33ൽ 5 ഉണ്ടോ? ഇല്ല. then അടുത്തത് 125 എന്ന് പറയുമ്പോൾ അതെന്താണ്? 25 ഇൻറ്റു 7 അല്ലേ? 25 ഇൻറ്റു 7 ആണ് 175. സോ നമുക്ക് എത്ര? 5 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതാം. സോ അടുത്ത നമുക്ക് 180 എന്ന് പറയുന്നത് 45 ഇൻറ്റു 4 ആണ് 180. 45 ഇൻറ്റു 4. സോ അതിനെ നമുക്ക് എന്തോന്ന് എഴുതാം? 5 ഉണ്ട് അതിൻ്റെ അത്. അതിനെക്കാട്ടി നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതാണ്ട് ഇവിടെ 0 ആണ്. സോ 0 എന്ന് പറയുമ്പോൾ 10നെ നമുക്ക് എന്തോന്നാണ് എഴുതേണ്ടത്? 5 ഇൻറ്റു 2 അല്ലേ? സോ നമുക്കിവിടെ ഉള്ളത് 5 ഇൻറ്റു 2 ആണ് നമുക്കുള്ളത്. സോ അപ്പോൾ നമുക്ക് അതങ്ങ് എടുത്ത് എഴുതി വെച്ചാൽ മതി. 5 ഇൻറ്റു 2 ആണ്. സോ അടുത്ത 0 വന്ന് വീണ്ടും. സോ ഇവിടെയും 2 ഇൻറ്റു 5 ആയിരിക്കും. സോ ബാക്കി എല്ലായിടത്തും 2 ആയിരിക്കും. സോ നമുക്ക് 5 ആയിട്ട് കിട്ടിയിട്ടുള്ള ഏതൊക്കെയാണ്? 5^2, 5^1, 5^1. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര? 5^2 ഇൻറ്റു 5^1 ഇൻറ്റു 5^1 എന്ന് പറയുന്നത് എത്ര? 5^4. സോ നമ്മുടെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. കാരണം നമുക്ക് 2ൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു വലിയ വാല്യൂ കിട്ടും, ഇൻറ്റു 2^2 അതിൻ്റെ ഇൻഡെക്സ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ അത് വലിയൊരു വാല്യൂ കിട്ടും, അതേ ഇൻറ്റു നമ്മളെ 5^4. അപ്പം നമ്മൾ എന്തോ ചെയ്യും? ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 4, അതിൻ്റെ വാല്യൂ എടുത്താണ് നമ്മൾ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുന്നത്. സോ എന്ത് എളുപ്പമെന്ന് നോക്കിയേ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ചുമ്മാ സമയം കളയാതെ ഇങ്ങനെ അങ്ങ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ പ്രോബ്ലം തന്നെ സെയിം ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഹൗ മെനി സീറോസ് ആർ ദെയർ ഇൻ ദി എൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്? 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 71 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 773 ഇൻറ്റു 1024. അപ്പോൾ നമ്മളിവിടെ 5ൻ്റെ ടൈംസ് മാത്രം എടുത്താൽ മതി. സോ 5 എഗൈൻ വീണ്ടും 5. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ 1024 എന്ന് പറഞ്ഞത് ഡിജിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു നമ്പറാണ്. എന്താണ് അതിൻ്റെ വാല്യൂ? 2^10. ഇത് ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചാലും പറയണം. 1024 എന്ന് പറഞ്ഞാൽ 2^10. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ലൈനിൻ്റെ അകത്ത് അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ 5^2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 എന്ന് നമ്മൾ എഴുതും. ഇതാണ്ട, 1 സെക്കൻഡ് പോലും മതി, 1 സെക്കൻഡ് പോലും വേണ്ട അല്ലേ? സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് സീറോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. 12 ഇൻറ്റു 13 ഇൻറ്റു 14 ഇൻറ്റു 15 ഇൻറ്റു 16 അപ് ടു 84. സോ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അപ് ടു 11 ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടല്ലേ 12 ഇൻറ്റു 13 ഇൻറ്റു 14 ഇൻറ്റു 15 അപ് ടു 84 വരുന്നത്. ഈ ടോട്ടൽ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഈ ടോട്ടൽ എന്ന് പറയുന്നത് 84ൻ്റെ ഫാക്ടോറിയലാണ്. എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു അപ് ടു 84 ആണ്. സോ നമുക്ക് അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? നമുക്ക് നമ്പർ ഓഫ് സീറോസ് കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 2ഉം ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5ഉം കണ്ടുപിടിക്കും. സോ ഞാൻ പറഞ്ഞതാണ് 5 മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ എത്രയാണ്? 84നെ 5 വെച്ച് കഴിയുമ്പോൾ 16 അഗൈൻ 5 3. സോ ഇത് രണ്ടും കൂടി കൂട്ടുമ്പം 19 കിട്ടും. സോ 5^19. സോ നമ്മുടെ നമ്പർ ഓഫ് സീറോസ് 19 ആയിരിക്കും. സോ നമുക്ക് അതല്ലല്ലോ കണ്ടുപിടിക്കേണ്ട, അത് നമുക്ക് ടോട്ടലിൻ്റെ അല്ല കണ്ടുപിടിക്കേണ്ട, ഈ 12 to 84 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. സോ നമുക്ക് അപ്പം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ആദ്യം ഇതിൻ്റെയും പിന്നെ ഇതിൻ്റെയും. സോ 1 to 11 വരെയുള്ള, അപ്പം 11ൻ്റെ ഫാക്ടോറിയലാണ് 1 to 11 വരെ അല്ലേ? അപ്പം അതിൽ നിന്ന് നമ്മൾ 84ൻ്റെ ഫാക്ടോറിയലിൻ്റെ വാല്യൂസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തോന്ന് കിട്ടും? നമുക്ക് നമ്പർ ഓഫ് സീറോസ് കിട്ടും. സോ 11 നമുക്ക് 11 ഉണ്ടല്ലോ, നമ്മുടെ 11ൻ്റെ ഫാക്ടോറിയലിൻ്റെ 5 വെച്ച് ചെയ്യാം. സോ 2 എന്ന് കിട്ടി. സോ 5^2 എന്ന് നമുക്ക് കിട്ടി 11 ഫാക്ടോറിയൽ അല്ലേ? സോ നമ്മുടെ 1 2 3 4 അപ് ടു 11
ഫാക്ടോറിയൽ 11 ഫാക്ടോറിയലിൻ്റെ നമ്മുടെ നമ്പർ ഓഫ് സീറോസ് എത്ര 2 എന്ന് കിട്ടി. നമ്മുടെ ടോട്ടൽ നമ്പർ എത്ര കിട്ടി? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് എത്ര കിട്ടി? 19 കിട്ടി അല്ലേ. ഇപ്പം 19 മൈനസ് 12 എത്ര? 17 ആണ് നമുക്ക് കിട്ടിയത്. സോ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ 5⁻17 5ൻ്റെ ടേംസിലാണ് നമ്മൾ എടുത്തത്. 2ൻ്റെത് നമുക്കിവിടെ റൈസ് ടു ഒരു വാല്യൂ എന്തായാലും കാണും. സോ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5ൻ്റെയും 2നും കോമൺ ആയിട്ടുള്ള നമ്മുടെ പവറിൻ്റെ വാല്യൂ എടുത്തെഴുതും. സോ ഇവിടെ ഞാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് 5ൻ്റെ പവർ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. കാരണം 2ൻ്റെ പവർ ഭയങ്കര വലുതായിരിക്കും. സോ നമ്മൾ 17 എന്ന് എടുത്തി നമ്മുടെ ആൻസർ കിട്ടി. സോ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ നേരെ 1 to 84 വരെയുള്ള 84ൻ്റെ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിച്ച്. അത് എത്ര കിട്ടി? 5⁻19 കിട്ടി. 2 ഏതോ വലിയ വാല്യൂ. അപ്പം നമ്മൾ 5⁻19 എടുത്ത്. സോ 5⁻19 നമ്മൾ ആ 11ൻ്റെ ഫാക്ടോറിയൽ, ഇത് 11ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പം ഇത് 11ൻ്റെ ഫാക്ടോറിയൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്തോന്ന് കിട്ടും? നമുക്ക് ബാക്കി റിമൈനിങ് കിട്ടും. സോ 2 കിട്ടും. 11ൻ്റെ ഫാക്ടോറിയൽ എടുക്കുമ്പോഴും നമുക്ക് 2 കിട്ടും. 5⁻2 അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് നമുക്ക് 17 കിട്ടും. സോ ഇത്ര എളുപ്പമാണ് നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞ് 17 എഴുതിയെടുക്കാം. ഇത്ര എളുപ്പമാണ് നമ്മുടെ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് സീറോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഡക്റ്റ് A into B into C into D up to Z when A is equal to 1⁻3, B is equal to 2⁻4, C is equal to 3⁻5 up to Z equal to 26⁻28. ഇതിലെല്ലാം നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. എന്താണ് നമ്മുടെ പാറ്റേൺ? ഈ 1⁻3നെ 1+2 ചെയ്യുന്നതല്ലേ നമ്മുടെ പവർ 3 അല്ലേ? അതുപോലെ തന്നെ 2+2 ചെയ്യുന്നതല്ലേ നമ്മുടെ പവർ 4 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 3+2 ചെയ്യുന്നതല്ലേ നമ്മുടെ പവർ 5 എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഇസഡും എങ്ങനെയായിരിക്കും? 26+2 എത്ര? 28 ആയിരിക്കും. ഈ ഒരു സീക്വൻസിലായിരിക്കും എല്ലാ നമ്പേഴ്സും പോകുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം നമ്പർ ഓഫ് സീറോസ് ആണ്. എന്ന് പറയുമ്പം 5ൻ്റെ വാല്യൂസ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പം നമുക്ക് നോക്കുമ്പോഴേ നമ്മൾ 5⁻7 അല്ലേ? 5 എന്ന് പറയുമ്പോൾ 5+2 എത്ര? 7. ദെൻ നമുക്ക് അടുത്ത് 10 എടുക്കാം. 2 into 5 10 അല്ലേ? ദെൻ 10⁻12, ദെൻ 15⁻17, ദെൻ 20⁻22, ഇനി അഗെയിൻ 25 എന്ന് പറയുന്നത് 27 എന്ന് പറയും. ദെൻ 30 വരുമോ? 30 വരൂലല്ലോ. കാരണം എന്തോന്നാണ്? നമുക്ക് 26 നമ്പർ ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് 20⁻28 എന്ന് പറയും. സോ ഇത്രയും വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. 5ൻ്റെ സ്ക്വയർ 5 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇതാണ്. എന്ന് പറയുമ്പം 5⁻7, 10⁻12 എന്ന് പറയുമ്പം 2 into 5 2⁻12 into 5⁻12 ആണ് 10⁻12. അതുപോലെ തന്നെ 3⁻12 into 17 into 5⁻17 എന്ന് പറയുന്നതാണ് 15⁻17. സോ അങ്ങനെ പോകും. സോ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 15 നമുക്ക് നമ്മൾ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 5 നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 5ൻ്റെ മാത്രം എടുത്താൽ മതി. സോ 5⁻7, 5⁻12, ദെൻ 5⁻17, ദെൻ 5⁻22, again 5⁻27. സോ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സീറോസ് കിട്ടിയില്ലേ? 7 + 12 + 17 + 22 + 27 എത്രയാണ്? പക്ഷെ നമ്മളിവിടെ ഒരു തെറ്റ് ചെയ്ത്. എന്താണ് തെറ്റ്? നമ്മുടെ ഈ 5⁻27 ആണ്. കാരണം നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ 4 into 5 ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ 5 into 5⁻27 ആണ്. സോ നമ്മളെ 5² എന്ന് പറയുന്നത് എന്തോന്നാണ്? 5⁻54 ആണ്. സോ നമ്മളെ 54 ഇവിടെ എഴുതും. സോ ഇത് ഭയങ്കര മിസ്റ്റേക്ക് എല്ലാവരും വരുത്തുന്നത്. അതാണ് ഞാൻ പോലും വരുത്തി കണ്ടില്ലേ. അശ്രദ്ധ കൊണ്ടാണ് ഞാൻ വരുത്തിയത്. സോ ഇങ്ങനെ ഒന്നും ചെയ്ത് വെക്കില്ല. സോ 112 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 112 ആണ്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെയിം മെത്തേഡാണ് ബട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ 10, 20, 30 up to 1000. സോ ഇതിൻ്റെ നമ്പർ ഓഫ് സീറോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 10⁻1 into 1 into 10⁻1 into 2 into 10⁻1 into 3 up to 10⁻1 into 100 അല്ലേ? ഇതല്ലേ നമ്മൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ലേ? സോ 10നെ നമ്മൾ 10⁻1 into 1, 20യെ നമ്മൾ 10⁻1 into 2,
30 നമ്മൾ 10⁻1 ഇൻറ്റു 3 എന്ന് ചെയ്തു. സോ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഇവിടെ നിന്ന് 10നെ കോമൺ എടുക്കും. അങ്ങനെ എടുത്താൽ കിട്ടും മൊട്ട. അതിന് ആൻസർ കിട്ടൂല. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ അത് ചെയ്യണം എപ്പോഴാണ് മോനെ, ഇവിടെ പ്ലസ് വരുമ്പോഴല്ലേ, എല്ലായിടത്തും പ്ലസ് വരുമ്പോഴല്ലേ നമ്മൾ കോമൺ ആയിട്ട് 10നെ എടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്, 10⁻1 പ്ലസ് 10⁻1 പ്ലസ് 10⁻1 ഇൻറ്റു 10⁻1 ഇൻറ്റു 10⁻1 അപ് ടു 100ൻ്റെ 10⁻1. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴേ 1 + 1 2, 2 + 1 3, അങ്ങനെ കൂട്ടി നമ്മൾ 100 എണ്ണം കൂട്ടും. അപ്പം ടോട്ടൽ 100 എണ്ണം കിട്ടും അല്ലേ, ഇതല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടി, 10⁻100 എന്ന് കിട്ടി. എന്നിട്ട് 10⁻100 കോമൺ എടുത്താൽ ബാക്കി എന്തോന്നാണ്, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അപ് ടു 100 എന്ന് കിട്ടും. കിട്ടിയില്ലേ? സോ നമ്മൾ 10⁻100 ഇൻറ്റു എന്തോന്നാണ്, നമ്മുടെ 100ൻ്റെ ഫാക്ടോറിയൽ. 100ൻ്റെ ഫാക്ടോറിയൽ നമ്മൾ നമ്പർ ഓഫ് 0 ആണെങ്കിൽ നമ്മൾ 5 വെച്ച് എടുക്കൂലേ, 2 വെച്ചും എടുക്കും. പക്ഷേ 2 ആണെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ 5 വെച്ചെടുക്കും. ടൈമിൻ്റെ കാര്യമല്ല, വലിയ വാല്യൂ കിട്ടും. അതിനെക്കാട്ടി നമുക്ക് പെട്ടെന്ന് ചെറിയ വാല്യൂ കിട്ടിയിട്ട് ചെയ്യുന്നതിൽ എളുപ്പം. 100 5 വെച്ച് 20, അഗൈൻ 5 വെച്ച് 4, സോ 24 എന്ന് കിട്ടി ഇല്ലയോ. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് സീറോസ് 24 എന്നും പിന്നെ ഇവിടുത്തെ 100ഉം കൂടി എടുത്താൽ ടോട്ടൽ എത്ര, ദ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 100 + 24 124 എന്ന് കിട്ടും. മനസ്സിലായ? എന്തെളുപ്പം നോക്കി. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ 10 കോമൺ എടുക്കല് അത് 1 മണ്ടത്തരമാണ്. നമ്മൾ 10 ഓരോന്നായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, നമ്മുടെ 10⁻100നെ വെളിയെടുത്തപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അപ് ടു 100. സോ 10⁻100 ഇൻറ്റു ഫാക്ടോറിയൽ 100. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്ത് 5 വെച്ച് ചെയ്ത്. സോ 5⁻24 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 100 + 24 എന്ന് ചെയ്യുമ്പോൾ നമ്മളെ നമ്പർ ഓഫ് സീറോസ് കിട്ടും. എന്തെളുപ്പം നോക്കിയേ. ഇതാണ് നമ്മളെ നമ്പർ ഓഫ് സീറോസ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.